BJP നേതൃത്വത്തിന് അത്ര കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും യാഥാർത്ഥ്യം എന്നത്. കാരണം ലോക്സഭയിൽ ഏതൊക്കെ അട്ടിമറി നീക്കം നടക്കാം എന്നുള്ളത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പോലും വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. അപ്പർ ഹൗസായ ഉപരിസഭയായ രാജ്യസഭയിൽ BJPയുടെ പല കളികളും നടക്കുന്നുണ്ട്. അത് മല്ലികാർജുൻ ഖാർഗെ മാത്രമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും തുറന്ന് സമ്മതിക്കുന്ന സാധ്യതയാണ്. മാത്രമല്ല BJPക്ക് 2/3 ഭൂരിപക്ഷം കിട്ടി. അവർ ഉദ്ദേശിച്ചിരുന്ന ഹിഡൻ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ വെപ്രാളം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ ചീന്തിക്കൊണ്ട് അതിൽ നിന്ന് MP-മാരെ വിലക്കെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നത്. ബിജു ജനതാദൾ MP-മാർ, രാജ്യസഭാ MP-മാരെ BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അവരുടെ കാലാവധിക്ക് മുമ്പേ തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. ബിജു ജനതാദളിലെ MLA-മാരെ 50 പേരിലെ MLA-മാരിലെ 20ഓളം പേരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. കോടികൾ അതിനുവേണ്ടി മറിക്കാൻ വേണ്ടി അണിയറയിൽ ഒരുക്കി വെക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ BJP എത്രയൊക്കെ നിഷേധിച്ചാലും ഒരു നാൾ ഒരിടത്ത് ആ സത്യം പുറത്തു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ BJPയുടെ കേന്ദ്രമന്ത്രിമാരിൽ പലരും ശരാശരിയിലും താഴെയുള്ള പ്രകടനമാണ് എന്നുള്ള വിലയിരുത്തൽ കോർ കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2029 ഇനി അധികാരത്തിൽ തുടർച്ചയായി വീണ്ടും വരുമോ 4ാം തവണ എന്നുള്ളതിൽ അവർക്ക് സംശയമുണ്ട് എന്നുള്ളത് മാത്രമല്ല, കൃത്യമായും ജനങ്ങൾ പരിഹസിച്ചു തുടങ്ങിയിരിക്കുന്നു പരിപൂർണമായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയം ഒരു നാടകീയ ജയം മാത്രമായിരുന്നു. ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പിടിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തിയിട്ട് നിതീഷിനെ അടിച്ചൊതുക്കി. ഇനി അടുത്ത ഊഴം ചന്ദ്രബാബു നായിഡുവിനാണ് എന്നുള്ളത് രേവന്ത് റെഡ്ഡി അടക്കം ദേവഗൌഡയുടെ പാർട്ടിയെ പോലും BJPയിലേക്ക് മൊത്തത്തിൽ ലയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത് കുമാരസ്വാമിയെ അടക്കം ചൊടിപ്പിക്കുന്നു. അതായത് സഖ്യകക്ഷികളെ എങ്ങനെയൊക്കെയാണ് തകർക്കാനും തീർക്കാനും BJP പദ്ധതി ഇടുന്നത് എന്നുള്ളത് ഉദ്ധവിനെയും അതുപോലെ ശിരോമണി അകാലിദൾ നേതാക്കളെയും അതുപോലെ തന്നെ ബിജു ജനതാദൾ നേതാവായ നവീൻ പട്നായിക്കിനെയും ഒക്കെ കണ്ട് സംസാരിച്ചാൽ ഏതൊരു രാഷ്ട്രീയ ബാലപാഠം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉതകുന്ന വ്യക്തികൾക്കും അതൊരു ഗുണപാഠമാണ്. BJPയുമായി എന്തുകൊണ്ട് കൂട്ടുകെട്ടുണ്ടാക്കരുത് എന്നുള്ളത്. ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിയും വൈകാതെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJP നേതൃത്വത്തിന് വേണ്ടതെല്ലാം അവർ ഊറ്റിയെടുക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര ജോലിയല്ല ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും നടത്തുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഒരു സംസ്ഥാനങ്ങളിലും BJPയെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. അതിന് രാഷ്ട്രീയ ചാണക്യ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഗോദി മീഡിയകൾ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മെനയായിട്ട് ഈ രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ല. എന്നാൽ അനാവശ്യമായി രാജ്നാഥ് സിംഗിന്റെ പ്രതിരോധത്തിലും അതുപോലെ തന്നെ ഡോക്ടർ S ജയശങ്കറിന്റെ വിദേശകാര്യ നയങ്ങളിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്.